നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത ഉപാധ്യക്ഷൻ CM അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ കണ്ടെത്തും വരെ സമരം സംഘടിപ്പിക്കുമെന്ന് സമസ്ത സംസ്ഥാന നേതൃത്വം. പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ്. പ്രവാസി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. പ്രവാസികളുടെ പുനരധിവാസ പദ്ധതിയും ചർച്ച ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ മെക്കാഡം ടാറിംഗ് പദ്ധതിക്ക് തിരിച്ചടിയായി സംസ്ഥാന സർക്കാർ ഉത്തരവ്. 2 കോടിക്ക് മുകളിൽ എസ്റ്റിമേറ്റുള്ള പദ്ധതിക്ക് പ്രത്യേക അനുമതി വേണമെന്ന വ്യവസ്ഥ വന്നതോടെ റോഡുകൾ അനിശ്ചിതത്വത്തിലേക്ക്. ട്രാൻസ്പോർട്ട് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUസിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഥ. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ആവേശത്തോടെ തിരുവനന്തപുരത്തേക്ക്. ഫെബ്രുവരി 17 മുതൽ 19 വരെ സംഗീതോത്സവ നാളുകൾ. പരിപാടി സംഘടിപ്പിക്കുന്നത് വെള്ളപ്പതവ് വീണാവാദിനിയും വൈദിക താന്ത്രിക വിദ്യാപീഠവും. വിശദമായ വാർത്തകളിലേക്ക്. സമസ്ത ഉപാധ്യക്ഷൻ CM അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ കണ്ടെത്തും വരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് സമസ്ത സംസ്ഥാന നേതൃത്വം. SKSSFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഖാസി മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനത്തിലാണ് ഖാസി CM അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ കണ്ടെത്തും വരെ സമരം തുടരുമെന്ന് സമസ്ത സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത്. മൗലവിയുടെ മരണം 7 ആണ്ട് പിന്നിട്ടിട്ടും അന്വേഷണം ഇപ്പോഴും തൃപ്തികരമല്ലെന്നാണ് ആരോപണം. മരണത്തിലെ ദുരൂഹതയകറ്റാൻ ഏതറ്റം വരെയും പോകുമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പരിപാടിയിൽ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, താജുദ്ദീൻ ദാരിമി, പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ദുൾ റഹ്മാൻ മൗലവി, MA ഖാസിം മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ദാരുണമായ നിലയിൽ അദ്ദേഹത്തെ വധിക്കപ്പെട്ടു. അതാണ് വസ്തുത. അത് മറച്ചു വെക്കാനായി പല കൗശലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. കുറേ കാലം നുണ തന്നെ പറഞ്ഞു നടന്നാൽ അത് സത്യമാവുകയില്ല. ഇത് ഒരറ്റ വരെ എത്തിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും SKSFും SYSും ധീരമായി മുന്നോട്ട് പോകും. മറക്കപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം സ്മരിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ ഒരു തെറ്റായ നിലയിൽ ആക്കി തീർക്കാനോ തെറ്റായ നിലക്ക് അതിനെ വ്യാഖ്യാനിക്കാനോ നാം അനുവദിക്കുകയില്ല. പ്രവാസി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി കേരള നിയമസഭ പ്രവാസി ക്ഷേമ സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന തെളിവെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളക്ട്രേറ്റ് ഹാളിൽ നടന്ന കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതി തെളിവെടുപ്പിലാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി ക്ഷേമസമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിന് ഒട്ടേറെ ശക്തി പകരുന്ന പ്രവാസികൾ, അവർക്ക് വേണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ പലതും പ്രാവർത്തികമാക്കുന്നതിൽ ചില പരാധീനതകൾ നിലനിൽക്കുന്നതായിട്ട് പല ഗുണങ്ങളിലൊന്നും അറിയാൻ കഴിഞ്ഞു. എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളത് ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കാൻ ശുപാർശ ചെയ്തതായും പ്രവാസി പുനരധിവാസ പദ്ധതി കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തെളിവെടുപ്പിൽ M രാജഗോപാൽ, കളക്ടർ K ജീവൻ ബാബു, ADM K അംബുജാക്ഷൻ, നിയമസഭാ അണ്ടർ സെക്രട്ടറി SP ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 കോടിക്ക് മേൽ എസ്റ്റിമേറ്റുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണമെന്ന വ്യവസ്ഥ വന്നതോടെ തിരിച്ചടികൾ നേരിട്ട് ജില്ലാ പഞ്ചായത്ത് റോഡുകൾ. പല കാരണം പറഞ്ഞ് മെക്കാഡം റോഡുകൾ സ്തംഭിപ്പിക്കാനാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡിന്റെ നാനാഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നടുവൊടിഞ്ഞും മനംമടുത്തും യാത്ര ചെയ്യുകയാണ് പൊതുജനങ്ങൾ. റോഡ് നവീകരണത്തിനായി അനുവദിച്ച ഫണ്ടുകൾ പലതും കൃത്യമായി വിനിയോഗിക്കുന്നതിൽ ആർക്കാണ് വീഴ്ച പറ്റിയതെന്ന് ജനങ്ങൾക്കും അറിയില്ല. ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് മെക്കാഡം ടാറിംഗ് നടത്താനിരുന്ന പല റോഡുകളും ഇന്ന് പാതി വഴിയിലാണ്. ജില്ലയുടെ വടക്കും കിഴക്കുമായി കിടക്കുന്ന വിദ്യാനഗർ, നീർച്ചാൽ, മുണ്ടത്തടക്ക റോഡ്, ചിറപ്പുറം, ചായൻ റോഡ്, ബളാൽ രാജപുരം റോഡുകൾ ഇപ്പോഴും വികസനം കൊതിച്ചിരിക്കുകയാണ്.
എന്നാൽ 2 കോടിക്ക് മേൽ എസ്റ്റിമേറ്റുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണമെന്ന പുതിയ വ്യവസ്ഥയാണ് പല റോഡുകളും പാതി വഴിയിലാകാൻ കാരണം. 17 കിലോമീറ്റർ വരുന്ന വിദ്യാനഗർ റോഡിൻ്റെ 6.5 കിലോമീറ്റർ മെക്കാടൻ ടാറിങ്ങിനായി 4 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പുതിയ വ്യവസ്ഥ വന്നതോടെ റോഡ് പണിയിൽ ഏറെ ആശങ്കയിലാണ് ജനങ്ങളും. സെപ്റ്റംബർ മാസം ടെൻഡർ നടപടികൾ ആരംഭിക്കുന്ന വേളയിൽ അറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ KCN ന്യൂസിൽ അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 9 അംഗീകാരം DPC കൊടുത്തുവെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഈ മക്കാടം റോഡ് സ്തംഭിപ്പിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരത്തുള്ള മേലുദ്യോഗസ്ഥന്മാർ നിർവഹിച്ചത്. ഏറ്റവും ഒടുവിൽ 3 റോഡുകൾക്ക് എന്ന് പറഞ്ഞാൽ 2 കോടിയുടെ താഴെയുള്ളത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് TS തരേണ്ടത്. അത് തന്നു, നമ്മൾ ടെൻഡർ ചെയ്തു. 2 കോടിക്ക് മുകളിലുള്ള ഈ നിങ്ങൾ പറഞ്ഞ നീർച്ചാൽ റോഡ് ഉൾപ്പെടെയുള്ള 3 റോഡുകൾക്ക് ഇപ്പോഴും TS കിട്ടിയിട്ടില്ല. സാങ്കേതികാനുമതി കിട്ടാതെ. അതിനകത്ത് പറയുന്ന കാരണം മെക്കാടം ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തുകൾ സർക്കാരിൻ്റെ പ്രത്യേകാനുമതി വാങ്ങണമെന്നാണ്. അങ്ങനെ പ്രത്യേകാനുമതി കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അനുമതി നൽകിയാൽ നമുക്ക് ടെൻഡർ വെച്ച് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കാം. അപ്പോഴും ഈ മാർച്ച് 30-നകത്ത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. 4 കോടി രൂപയാണ് ഈ വിദ്യാനഗർ നീർച്ചാൽ മുണ്ടത്തിർക്ക റോഡിന് വെച്ചിട്ടുള്ളത്. തുടങ്ങി വച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ യോഗം ചേർന്ന് അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങളും. ന്യൂസ് ഡെസ്ക് KCN. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC-യുടെ നേതൃത്വത്തിൽ ജനകീയ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 27 തിരുവനന്തപുരത്ത് ജനകീയ ജാഥയ്ക്ക് സമാപനമാകും. പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുക, ശമ്പളം യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങി ട്രാൻസ്പോർട്ട് മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ ജാഥ സംഘടിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി MG രാഹുൽ നയിക്കുന്ന ജനകീയ ജാഥ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ ബജറ്റ് ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിനനുസൃതമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾക്കനുസൃതമായി ഗവൺമെന്റിന്റെ ബജറ്റിൽ വ്യവസായികൾ സംരക്ഷിക്കാൻ, തൊഴിൽ സംരക്ഷിക്കാൻ, വ്യവസായ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിന് ഉതകുന്ന നടപടികൾ ഉണ്ടാകും. ആ നടപടികൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി സഹായം, കശുവണ്ടി വ്യവസായം, കൈത്തറി വ്യവസായം, ബീഡി വ്യവസായം ഒക്കെ നിലനിൽക്കണമെങ്കിൽ കയറും കൈത്തറിയും ചെത്തും ഓടും ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഗവൺമെന്റ് സഹായിക്കണം. പരിപാടിയിൽ TA ബിജു, MB ഉണ്ണികൃഷ്ണൻ, I സതീഷ് കുമാർ, V വേണുഗോപാൽ, PV ചന്ദ്രബോസ്, K ഹരീഷ് ചന്ദ്രൻ, C രാജു തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ ജാഥ ഫെബ്രുവരി 27 തിരുവനന്തപുരത്ത് സമാപിക്കും. SSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുത്ത അലീം സമ്മേളനം ഫെബ്രുവരി 18 നടക്കും. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിക്കുന്ന ഉലമ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. SSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ മുത്തല്ലീം സമ്മേളനം ഫെബ്രുവരി 18 കാസർഗോഡ് ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ കേരളീയ പരിസരം എന്ന ശീർഷകത്തിൽ മാർച്ച് 3 മുതൽ 5 വരെ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിക്കുന്ന ഉലമ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ താജുശ്ശേരിയ ആലിക്കുഞ്ഞി ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരളീയ പരിസരം എന്ന പ്രമേയത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിത സമ്മേളനം ഉലമ കോൺഫറൻസ് അടുത്ത മാസം മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശ്ശൂർ താജുൽ ഉലമ നഗറിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ടൗൺ ഹാളിൽ വെച്ച്, മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നമ്മുടെ മുത്തഅലീം സമ്മേളനം നടത്തുന്നു. സമസ്തയുടെ ഉപാധ്യക്ഷൻ താജുശ്ശേരിയ അലിക്കുഞ്ഞി ഉസ്താദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ മതപ്രഭാഷണങ്ങളും സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും.
വാർത്താ സമ്മേളനത്തിൽ ജബ്ബാർ സക്കാഫി പാത്തൂർ, സ്വാദിഖ് ആവളം, ഹാരിസ് ഹിമമി സക്കാഫി, KM കളത്തൂർ, അബ്ദുൾ റഹ്മാൻ നെരോൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് വെള്ളപ്പതവ് വീണാവാദിനിയുടെയും വൈദിക താന്ത്രിക വിദ്യാപീഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഗീതോത്സവം നടക്കും. ഫെബ്രുവരി 17 മുതൽ 19 വരെ വേദനാഥ യോഗ തരംഗിണി സംഗീതോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 17 രാവിലെ 10:00 വെള്ളപ്പതവ് യോഗീശ ശർമ്മയുടെ സംഗീത പാഠബാലിക പുസ്തക പ്രകാശനം നടക്കും. തുടർന്ന് കവി ഡോക്ടർ വസന്തകുമാർ പെർലയ്ക്ക് ഉപഹാരം നൽകും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 17, 18, 19 വേദനാഥ യോഗ തരംഗിണി എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. നാളെ 10:30 മണിക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഗുരുനാഥൻ ശ്രീ വെങ്കട്ടരമണൻ സാർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂരി, കൃഷ്ണൻ കന്യാകുമാരി, ഇരുവേൽ കൃഷ്ണദാസ്, വെങ്കട്ടരമണൻ സാർ തിരുവനന്തപുരം, ഇവർ ഈ പ്രോഗ്രാം നയിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയ ഒരു മ്യൂസിക് ബുക്കിൻ്റെ റിലീസ്, സംഗീത പാഠമാലിക എന്ന്, അത് 3ാമത്തെ എഡിഷനാണ്. ആകാശവാണിയിലെ ഡയറക്ടർ ഡോക്ടർ വസന്തകുമാർ പെർല അദ്ദേഹത്തെ ആദരിക്കുന്നു. 18 നാദോപാസന സംഗീത കച്ചേരി അരങ്ങേറും. 19 വീണാവാദിനി സംഗീത വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളുടെ മുരളീരവം പരിപാടിയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ വെങ്കിട്ടരമണൻ, S കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആസ്വാദകരുടെ മനം നിറച്ച് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ സദ്ഗുരു ശ്രീ ത്യാഗരാജ ദിനം. സംഗീതജ്ഞരുടെ സംഗീതാലാപനം ആസ്വാദകർക്ക് വേറിട്ട കാഴ്ചയായി. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ നടന്ന സദ്ഗുരു ശ്രീ ത്യാഗരാജ ദിനത്തിന്റെ ഭാഗമായാണ് സംഗീതജ്ഞരുടെ സംഗീത കച്ചേരി അരങ്ങേറിയത്. സംഗീതജ്ഞരായ ദിവ്യ മഹേഷും അശ്വിനി പത്മരാജും സംഗീതാലാപനം നടത്തി. ശ്രീധരഭട്ടിന്റെ മൃദംഗവും ജഗദീഷിന്റെ വയലിനും ചേർന്നപ്പോൾ ആസ്വാദകരുടെ മനം നിറഞ്ഞു. സ്വാമി വിവിക്താനന്ദ സരസ്വതി, കാശികാനന്ദ, പ്രിൻസിപ്പൽ പുഷ്പരാജ്, സംഗീത പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ശ്രീ നാഗബ്രഹ്മ മലരായിയുടെയും പരിവാര ദൈവങ്ങളുടെയും ചമ്പലസേവ നടക്കും. പൈവളികെ ചന്നിക്കുടേലു തറവാട്ടിൽ ഫെബ്രുവരി 19 ചമ്പലസേവ നടക്കുക. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീ നാഗബ്രഹ്മ മലരായിയുടെയും പരിവാര ദൈവങ്ങളുടെയും ചമ്പലസേവയാണ് ഫെബ്രുവരി 19 പൈവളികെ ചന്നിക്കുടേലു തറവാടിൽ നടക്കുന്നത്. ചമ്പലസേവയുടെ ഭാഗമായി ധാർമ്മിക സഭയും കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ಪೂಜೆ ಅಂಚನೆ ಸ್ಥಳ ಕೊಡುಗ ಕಂಬಿಲ ವಾಯ್ಪೆರಿಗೆ ಮತ್ತೆ ಊರ ದಗ್ಲ ಪ್ರಮಾಣ ಸೇವೆ ಒಂದು ಮಲರಾಯಪ್ಪನ 1000 ಸ್ತಂಭಲ ಸೇವೆ ನಡಪಡು ಅದನ್ನ ವಿಧಿ ಅಂಚನ್ಕೇಂಡ ಒಟ್ಟು ಒಂಜಿ ಸರ್ತಿಡ್ 14 ಈರೆ ಪಾಡದು 14 ಕೋಡಿ ಈರೆ ಪಾಡದು ಗೋಲ ಬಳಸದು ಒಂಜಿ ಪೂಜೆ ಆರತಿ ಮಂತ್ರಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತದೆ 14 ಈರೆ ಪಾಡದು ಒಂಜಿ 1000 ಬರ್ತನೆ ಒಂಜಿ ಕಾರ್ಯಕ್ರಮ ಮತ್ತೆ ಒಟ್ಟು ಅದನ್ನ ಬುಕ್ ಕಾಂಡೆ ಮಂಡೆ ಸುವಾಡ ಬಯ್ಯಮಠ ಹೋಗುವ ಯೋಚನೆ. വാർത്താ സമ്മേളനത്തിൽ ചെന്നപ്പ കുലാൽ, കൃഷ്ണ കളത്തൂർ, തേജകുമാർ ദേരാളെ, ഗീതേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭാവലയം ഗാനോത്സവത്തിന്റെ ഭാഗമായി അഖില കേരള ലളിത ഗാന രചനാ മത്സരം സംഘടിപ്പിക്കും. പയ്യന്നൂർ ലയം കലാക്ഷേത്രമാണ് സംഘാടകർ. ഡിസംബർ മാസം ലളിത ഗാനാലാപന മത്സരം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ലയം കലാക്ഷേത്രം സംഘടിപ്പിക്കുന്ന ഭാവലയം ഗാനോത്സവത്തിന്റെ ഭാഗമായാണ് ONV മെമ്മോറിയൽ അഖില കേരള ലളിതഗാന രചനാ മത്സരം സംഘടിപ്പിക്കുന്നത്.
പ്രഗതി വിഷയമാസ്പദമാക്കിയുള്ള സൃഷ്ടികൾ ലയം കലാക്ഷേത്രം തെക്കേ ബസാർ പയ്യന്നൂർ വിലാസത്തിൽ അയക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ONVയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഭാവലയം. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലക്ക് രചനകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലളിതഗാനങ്ങൾ ആളുകൾക്ക് അയച്ചു തരാം. അതിൽ ഏറ്റവും മികച്ച 4 സ്ഥാനം കിട്ടുന്ന പാട്ടുകൾക്ക് സമ്മാനം കൊടുക്കും. ആ പാട്ടുകൾ CD-യിൽ ഉൾപ്പെടുത്തും. അതുപോലെ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരെ കൊണ്ട് പ്രഭാവർമ്മ, എഴച്ചേരി, റഫീഖ് അഹമ്മദ് എന്നുടങ്ങിയ PK ഗോപി ഈ ആളുകളുടെയൊക്കെ രചനകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം പുതിയൊരു CD ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിലുള്ള ഈ ലളിതഗാന രചനാ മത്സരം, അത് കഴിഞ്ഞിട്ട് പിന്നെ CD ഇറക്കിയിട്ട് അതിന് മത്സരം നടത്തും. ഡിസംബർ മാസം ലളിതഗാനാലാപന മത്സരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജൻ കരിവള്ളൂർ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, സുധീർ മാവില തുടങ്ങിയവർ സംബന്ധിച്ചു. മർഹൂം പയ്യക്കി ഉസ്താദ് ഉറൂസും മതപ്രഭാഷണ പരമ്പരയും ഫെബ്രുവരി 19 മുതൽ 26 വരെ നടക്കും. പൈവളികെ ജുമാ മസ്ജിദിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പര സെയ്ദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 19 പൈവളികെ ജുമാ മസ്ജിദിൽ ആരംഭിക്കുന്ന പയ്യക്കി ഉസ്താദ് ഉറൂസിന് സയ്യിദ് അബ്ദുള്ള തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ പരമ്പര സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മർഹൂം പയ്യക്കി ഉസ്താദ് അവറുകളുടെ പേരിൽ 3 വർഷത്തിൽ നടത്തപ്പെടുന്ന ഉറൂസ് മതപ്രഭാഷണ പരമ്പര ഫെബ്രുവരി 19 ആരംഭിച്ച് 26 വരെ നീണ്ടു നിൽക്കും. 19/2/2017 നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ സയ്യിദ് അബ്ദുള്ള തങ്ങൾ പൈവളിക പതാക ഉയർത്തും. മക്കാമ സിയാറത്തിന് അബ്ദുള്ള കുഞ്ഞി ഉസ്താദ് നേതൃത്വം നൽകും. തുടർന്ന് ആദി തങ്ങളുടെയും സയ്യിദ് സൈഫുള്ള തങ്ങൾ ഉദ്യാവർ എന്നിവരുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂർ നടക്കും. 19 രാത്രി 8 മണിക്ക് മതപ്രഭാഷണ പരമ്പര സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ മതപണ്ഡിതന്മാർ ചടങ്ങിൽ പ്രഭാഷണം നടത്തും. 26 രാവിലെ സംഘടിപ്പിക്കുന്ന സ്നേഹസൗഹാർദ്ദ സംഗമം കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ K അബ്ദുൾ മജീദ് ദാനിമി, KH അബ്ദുൽ ഖാദർ ഹാജി, ഹനീഫ് ഹാജി, സാലിഹ് കളായി, അസീസ് കളായി തുടങ്ങിയവർ സംബന്ധിച്ചു. ജൈവ പച്ചക്കറി കൃഷിയുമായി DYFI ഏച്ചിക്കോവൽ വടക്ക് തെക്ക് യൂണിറ്റുകൾ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. നരമ്പൻ, ചീര, വെണ്ട, കോളിഫ്ലവർ എന്നിവ ഒരേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരുന്നത്. ജൈവ പച്ചക്കറി കൃഷിയിൽ നല്ല വിളവ് ലഭിച്ചു. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി KP രാജീവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. PP പ്രജിത്ത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം TT ഗീത, CPM ബ്രാഞ്ച് സെക്രട്ടറി TT ബാലചന്ദ്രൻ, ശ്രീകുമാർ കടുവക്കാട്, U രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വളർച്ചയുടെ പടവുകൾ പിന്നിടുന്ന കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലിയുടെ നിറവിൽ. ജൂബിലി ആഘോഷ പരിപാടികൾക്കുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകും. ജനകീയ കൂട്ടായ്മയിലൂടെ സ്ഥാപിക്കപ്പെട്ട കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വളർച്ചയുടെ പടവുകൾ പിന്നിട്ട് വജ്ര ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ലോകചരിത്രത്തിൽ സ്ഥാനം നേടിയ കയ്യൂർ ഗ്രാമത്തെയും പരിസര പ്രദേശങ്ങളെയും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഈ വിദ്യാലയം ഇന്ന് VHSCയും ഹയർ സെക്കൻഡറിയും പ്രവർത്തിക്കുന്ന വലിയ വിദ്യാലയമായി വളർന്നിരിക്കുന്നു. അക്കാദമിക പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മാറാൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിന് കരുത്ത് പകരുന്ന രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന വേളയിലാണ് വിദ്യാലയം വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണം നടന്നു. കയ്യൂർ ചീമനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗംഗാധര വാര്യർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TV രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. VM വേണുഗോപാലൻ മാസ്റ്റർ, K ഷീന, M ബാലകൃഷ്ണൻ, ദാമോദരൻ മാസ്റ്റർ, കണ്ണൻ മാസ്റ്റർ, P രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക TV ജാനകിക്കും കായികാധ്യാപകൻ AV പവിത്രനും വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി യാത്രയയപ്പ് നൽകും. കാഞ്ഞങ്ങാടിന്റെ ദിനങ്ങളെ സംഗീത സാന്ദ്രമാക്കി ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവത്തിന് തുടക്കമായി. സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തിവരുന്ന നാഗസുന്ദരിമാർ ഇനിയുള്ള 2 ദിവസങ്ങളിൽ കാഞ്ഞങ്ങാടിന്റെ ഹൃദയത്തെ സംഗീത സാന്ദ്രമാക്കും. സംഗീതാസ്വാദകരും ഉപാസകരും ഒരുപോലെ പങ്കെടുക്കുന്ന ത്യാഗരാജ പുരന്ദരദാസ് സംഗീതോത്സവത്തിന് തുടക്കമായി. സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് ഗണേശ മന്ദിരത്തിൽ ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം നടക്കുന്നത്. കർണാടക സംഗീതജ്ഞൻ TV ശങ്കരനാരായണന്റെ സംഗീത കച്ചേരിയോടെ സംഗീതോത്സവത്തിന് തുടക്കമായി. TV ശങ്കരനാരായണന് തൻ്റെ സംഗീത കച്ചേരിയുടെ അവതരണത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന വേദി കൂടിയായി ഇത്തവണത്തെ സംഗീതോത്സവം.
സംഗീത സഭാ പ്രസിഡന്റ് ബാബുരാജേന്ദ്ര ഷേണായി അധ്യക്ഷനായി. സെക്രട്ടറി ബി മുകുന്ദറായ് പ്രഭു, ടി കെ കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. SR മഹാദേവൻ ആദ്യ കച്ചേരിക്ക് വയലിൻ വായിച്ചു. കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തൻ ഘടത്തിലും താളമിട്ടു. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ 22-ന് ബുധനാഴ്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കും. ഉപവാസത്തിന്റെ മുന്നോടിയായി ജില്ലയിൽ വാഹന പ്രചരണ ജാഥ പര്യടനം ആരംഭിച്ചു. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി 22 ബുധനാഴ്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കും. ഉപവാസ സമരത്തിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ പ്രയാണം ആരംഭിച്ചു. വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതിയുടെ നേതൃത്വത്തിൽ ഹൊസങ്കടിയിൽ നിന്നുമാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, ജാഥ ലീഡർ MR ദിനേശിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 22-ാം തീയതി ആയിരക്കണക്കിന് വരുന്ന വഴിയോര കച്ചവടക്കാരെ അണിനിരത്തി ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് മാർച്ചും തടയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ സന്ദേശം വഴിയോര വ്യാപാരികളിലും ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചിട്ടുള്ള പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിലും ഈ വാഹന ജാഥ 3 ദിവസങ്ങളിലായി പര്യടനം നടത്തുന്നത്. ജാഥ 17-ന് കാലിക്കടവിൽ സമാപിക്കും. ഇബ്രാഹിം അധ്യക്ഷനായി. ബേബി ഷെട്ടി, കുമാരൻ, നാരായണൻ, D കമലാക്ഷ, ജാഥ മാനേജർ AV മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതല ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. 10 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് വിപണനമേള നടക്കുന്നത്. അഖിലേന്ത്യാ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെയും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് വിപണനമേള സംഘടിപ്പിക്കുന്നത്. 15 മുതൽ 25 വരെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് വിപണനമേള നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ ഖാദി സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മേളയിൽ എത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക തൊഴിൽദായക പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും വിപണനമേളയുടെ ഭാഗമാവുന്നുണ്ട്. വിപണനമേള ഖാദി വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ MB ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുരോഗതിക്ക് വിപുലീകരണത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം വളരെ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ നാം എല്ലാം ഇത്തരം യോഗങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം വസ്തുതാവിരുദ്ധം എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല, 100% യോജിക്കുന്നതാണ്. കാരണം ഖാദി ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ആദ്യ ഉൽപ്പന്ന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമോദയ ഖാദി സംഘം പ്രസിഡന്റ് E രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. MP ജാഫർ, HR ശ്രീധർ, MM നാരായണൻ, TC മാധവൻ നമ്പൂതിരി, N നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമസ്ത ഉപാധ്യക്ഷൻ CM അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ കണ്ടെത്തും വരെ സമരം സംഘടിപ്പിക്കുമെന്ന് സമസ്ത സംസ്ഥാന നേതൃത്വം. പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ്. പ്രവാസി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. പ്രവാസികളുടെ പുനരധിവാസ പദ്ധതിയും ചർച്ച ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ മെക്കാഡം ടാറിംഗ് പദ്ധതിക്ക് തിരിച്ചടിയായി സംസ്ഥാന സർക്കാർ ഉത്തരവ്. 2 കോടിക്ക് മുകളിൽ എസ്റ്റിമേറ്റുള്ള പദ്ധതിക്ക് പ്രത്യേക അനുമതി വേണമെന്ന വ്യവസ്ഥ വന്നതോടെ റോഡുകൾ അനിശ്ചിതത്വത്തിലേക്ക്. ട്രാൻസ്പോർട്ട് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUസിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഥ. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ആവേശത്തോടെ തിരുവനന്തപുരത്തേക്ക്. ഫെബ്രുവരി 17 മുതൽ 19 വരെ സംഗീതോത്സവ നാളുകൾ. പരിപാടി സംഘടിപ്പിക്കുന്നത് വെള്ളപ്പതവ് വീണാവാദിനിയും വൈദിക താന്ത്രിക വിദ്യാപീഠവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.